ഗ്രന്ഥ സമീക്ഷ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് വിക്ടർ ആൻ്റണി നോൺ, കോഴിക്കോട് ബാറിലെ ഒരു അഭിഭാഷകനാണ്. നല്ലൊരു വായനക്കാരനും അത്യാവശ്യം എഴുതുന്ന ആളുമാണ്. ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പുസ്തകം നാദധാര എന്ന ഒരു ബുക്കാണ്. അത് എഡിറ്റ് ചെയ്തത് TR അജയൻ, കൈരളി ചാനലിനൊക്കെ പഴയ ഡയറക്ടറായിരുന്നു. ഇത് ഒരു സംഗീതത്തെ പറ്റി ഉള്ള ഒരു കളക്ഷനാണ്. വിവിധ ലേഖനങ്ങൾ ശേഖരിച്ച് പ്രസിദ്ധീകരിച്ചാണ്. ഇത് ആദ്യത്തെ ലേഖനം തന്നെ എഴുതിയിട്ടുള്ളത് MA ബേബിയാണ്. CPMന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള MA ബേബി. പിന്നീടുള്ളത് ബെഥോവന്റെ സിംഫണി എന്ന് നിത്യചൈതന്യ എഴുതിയാണ് എഴുതിയിട്ടുള്ളത്. ചരിത്രം, സ്വരം, ആവിഷ്കാരം എന്നുള്ള ലേഖനം എഴുതിയത് സുനിൽ പി ഇളയിടമാണ്. അതിൽ എൻ്റെ ലേഖനവും വന്നിട്ടുണ്ട്. ബാസൻ മിഷൻ സംഗീത പാരമ്പര്യം. ഇവിടെ വെസ്റ്റേൺ മ്യൂസിക് എന്ന് വെച്ചാൽ പാശ്ചാത്യ സംഗീതം വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചതിന് ഒരു കാരണം കോഴിക്കോടുള്ള ബാസൻ മിഷണറിമാരാണ്. 1834 കോഴിക്കോട് കപ്പലിറങ്ങിയ ഈ ജർമ്മൻ സ്വിസ് മിഷണറിമാർ അവരുടെ കൂടെ ക്രിസ്തുവിൻ്റെ സുവിശേഷവും ബൈബിളും വിദ്യാഭ്യാസവും അതോടൊപ്പം തന്നെ വ്യവസായവും അതോടൊപ്പം സംഗീതവും കൊണ്ടുവന്നു. കോഴിക്കോട് കത്തീഡ്രൽ, CSI കത്തീഡ്രൽ, മാനാഞ്ചിറ തലയെടുപ്പോടെ നിൽക്കുന്ന ഒരു ലാൻഡ്മാർക്കാണ്. അത് പണ്ട്, അതായത് 1947 മുമ്പ് ബാസൽ ജർമ്മൻ മിഷൻ ചർച്ചായിരുന്നു. അവിടെ വിവിധ സംഗീതോപകരണങ്ങൾ എന്ന് വെച്ചാൽ പിയാനോ, ഓർഗൻ, വയലിൻ, അപ്പം പാട്ടിൻ്റെ ഒരു നാദധാര, ഇതിൽ പറഞ്ഞ പ്രകാരം നാദധാര ഒഴുകുകയായിരുന്നു. അതൊക്കെ പള്ളിപ്പാട്ടുകൾ എന്ന് സാധാരണ പറയും, ചർച്ച് ഹിംസ്. ഈ പള്ളിപ്പാട്ടുകൾ മലയാളത്തിൽ, അതും പച്ച മലയാളത്തിൽ എഴുതിയിട്ടുള്ളത് ഗുണ്ടർട്ടടക്കമുള്ള ഭാഷാ സ്നേഹികളായിരുന്നു. അവരൊക്കെ ജർമ്മൻകാരായിരുന്നു. പക്ഷേ മലയാള ഭാഷ പഠിച്ച് മലയാളത്തിൽ ഒരു നിഘണ്ടു എഴുതിയ ഗുണ്ടർട്ട് എന്ന പണ്ഡിതനാണ് മലയാള ഭാഷയിൽ പച്ച മലയാളത്തിൽ ഈ പാട്ടുകൾ എഴുതിയത്. ഏകദേശം 350ഓളം ഗീതത്തിൽ 270 എഴുതിയിട്ടുള്ളത് ഗുണ്ടർട്ടാണ്. വളരെ മനോഹരമായിട്ടുള്ള ഭാഷയിൽ ബൈബിളിലെ ആശയങ്ങൾ ഏതൊരു കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലാണ് അത് എഴുതിയിട്ടുള്ളത്. ആ പാരമ്പര്യം ഇന്നും നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ CSI കത്തീഡ്രലാണ്. അവിടെ കേരളത്തിലെ ഏക ഒരു മ്യൂസിക് ഇൻസ്ട്രുമെൻ്റാണ് പൈപ്പ് ഓർഗൻ. സാധാരണ അത് ജർമ്മനിയിൽ നിന്ന് വന്നതാണ്. സാധാരണ അതൊരു പള്ളിയിൽ പിടിപ്പിക്കാൻ സാധിക്കില്ല, എന്ന് വെച്ചാൽ എഫിക്സ് ചെയ്യാൻ സാധിക്കില്ല. കാരണം അതിൻ്റെ ബാസ്, അതിൻ്റെ സൗണ്ട് വളരെ ശക്തമാണ്. പള്ളികൾ ബിൽഡ് ചെയ്യുന്ന കെട്ടിടത്തിന് വിള്ളൽ വരും. അപ്പോൾ പല കെട്ടിടങ്ങളും പരിശോധിച്ചിട്ടാണ് അവസാനം കത്തീഡ്രൽ പള്ളിയിൽ 1850 കാലഘട്ടത്തിൽ കെട്ടിയിട്ടുള്ള ഒരു 180 വർഷം പഴക്കമുള്ള ഒരു പള്ളിയിലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അത് ഇന്നും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സംഗീത പാരമ്പര്യം ഇന്നും നിലനിർത്തി കൊണ്ടുപോകുന്നത് ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. പാശ്ചാത്യ സംഗീത പാരമ്പര്യം. ഹട്ടൻസ് ഓർക്കസ്ട്ര, ആർച്ചിബാൾഡ് ഹട്ടൻ, അതുപോലെ തന്നെ പ്രൊഫസർ ലാൻസിലോട്ട് തോമസ്, ഇവരൊക്കെ മരിച്ചുപോയി. പിന്നീട് ഇപ്പോൾ ഉള്ള ആളുകളുണ്ട്, ഹെൻറി, അതുപോലുള്ള ഒരുപാട് ആളുകൾ ഇന്നും പാശ്ചാത്യ സംഗീതം മനസ്സോട് ചേർത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നു. ഇതിൻ്റെ ഒരു ഉൽപ്പന്നം എന്ന് പറഞ്ഞ പോലെ സാധാരണ കോഴിക്കോടിൻ്റെ ഒരു പാരമ്പര്യമാണ്. കോഴിക്കോട് നിന്ന് കല്ലായി റോഡ് വരെ, കല്ലായി വരെ, അതല്ലെങ്കിൽ ബീച്ച് വരെ, അതല്ലെങ്കിൽ നടക്കാവ് വരെ ഒരു 3 കിലോമീറ്റർ ചുറ്റളവിൽ സാധാരണ ജനങ്ങൾ സംഗീത സപര്യ നടത്തും. അവരൊക്കെ തന്നെ കഠിനമായി അധ്വാനിച്ച് രാത്രികാലങ്ങളിൽ മുട്ടായിത്തെരുവിൻ്റെ പീടികയുടെ മുകളിലൊക്കെ ഹാർമോണിയമൊക്കെയായി അവർ പാട്ടുപാടി ആസ്വദിക്കും. പുറമേ നിന്ന് ഒരുപാട് സംഗീതജ്ഞന്മാരെ കൊണ്ടുവന്ന് ഇവിടെ പാടിക്കുകയും ചെയ്യും. ബോംബെ കമാരൊക്കെ അങ്ങനെ വന്നിട്ടുള്ള. അപ്പോൾ ആ ഒരു പാരമ്പര്യം വരാൻ ഒരു പക്ഷേ ഈ ജർമ്മൻകാരുടെ സംഗീതം, ആ ഒരു സംഗീത പ്രേമം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാവാം എന്നേ ഞാൻ പറയുള്ളൂ. വിവിധ രീതിയിൽ ഇപ്പോഴും ആ ഒരു പാരമ്പര്യം തുടർന്നു പോകുന്നുണ്ട്. നന്ദി, നമസ്കാരം.